ലൈഫിൽ എപ്പോഴെങ്കിലും ഫൈബ്രോമയാലജി എന്നൊരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടോ? മിക്ക ആൾക്കാരും കേട്ട് കാണത്തില്ല. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ട്. സെൽഫായിട്ട് അസസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബോഡി പെയിന്, ലെഗ് പെയിന്, അല്ലെങ്കിൽ മുട്ടുവേദന, മസിൽ പെയിന്, ബാക്ക് പെയിന്, തോൾ ഭയങ്കര വേദന, ഇങ്ങനെയൊക്കെ കിടന്ന് പറയാറുണ്ട്. പക്ഷെ അതാണ് ഫൈബ്രോമയാലജി എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പം തന്നെയാണ്. സോ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും എനിക്ക് കുറേ വേദനകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിന്റെ വേദനയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണതിന്റെ വേദനയാണോ തിരിച്ചറിയാൻ വളരെ ഒത്തിരി ലേറ്റ് ആയി. ഫൈനലി എന്റെ ഡയഗ്നോസിസ് ഫൈബ്രോമയാലജി ആയിട്ട് മാറി. സോ വാട്ട് ഈസ് ആക്ച്വലി ഫൈബ്രോമയാലജി എന്ന് വെച്ചാൽ മസിൽ പെയിൻ തന്നെയാണ്. അത് ചിലപ്പോൾ ട്രിഗർ ആവുന്നത് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ട്രോമയോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ, ആൻസൈറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പെയിൻ എപ്പോഴും കാണാൻ ചാൻസ് ഉണ്ട്. ഇനി എപ്പോഴാണ് ഈ പെയിനിൽ എന്താണ് ഇങ്ങനെയുള്ളവർക്ക് നല്ല പെയിൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവർ 1x പെയിൻ അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ 2x അനുഭവിക്കുന്നത്. കാരണം പെയിൻ സ്റ്റിമുലേറ്റേഴ്സ് ഒക്കെ പെട്ടെന്നാണ് എല്ലാം റെസ്പോണ്ട് ആവുന്നത്. സാധാരണ ഒരാൾക്ക് മുള്ളുകൊണ്ട്, റോസപ്പൂവിന് മുള്ളുകൊണ്ട് കുത്തി വേദനിക്കുന്നതിന്റെ ഇരട്ടി വേദനയായിരിക്കും നമ്മളെപ്പോലുള്ളവർക്ക് വേദന വരുന്നത്. കുറച്ച് നേരം ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിൽക്കുമ്പോഴോ നമുക്ക് ബോഡി പെയിൻ വരാം. മെയിനായിട്ട് നമുക്ക് ഷോൾഡർ പെയിനും, കൈമുട്ട്, കാലുമുട്ട്, ലോവർ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ ടെൻഷൻ ആവുക, അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസ് ആവുക, ഇതൊക്കെയാണ് അതിന്റെ ഒരു സിംറ്റംസ് എന്ന് വരുന്നത്. ആക്ച്വലി ഇത് ക്യൂറബിൾ അല്ലെങ്കിൽ പോലും ഒരു തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കുക, അതുപോലെ ബ്രീത്തിങ്ങിന്റെ എക്സസൈസുകൾ ചെയ്യുക. പരമാവധി ചില കാര്യങ്ങളിലോട്ട് പെട്ടെന്ന് ടെൻഷൻ ആവാതിരിക്കുക. ഇതാണ് മെയിനായിട്ട് എനിക്കുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ടെൻഷന്റെയും ആൻസൈറ്റിയുടെ കാര്യം പറയുന്നത്.